പക്ഷേ സീസൺ 7 ഏറ്റവും കൂടുതൽ കേട്ട രണ്ട് പേരുകൾ, ഒന്ന് ലാലേട്ടൻ, ഒന്ന് പി ആർ വിനു. അത് എങ്ങനെ എൻജോയ് ചെയ്തു പോകുന്നത്? എനിക്ക് നല്ലതാണ്. ഞാൻ 2 ദിവസം ഞാനിപ്പോൾ ഫോൺ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡിൽ 70 മില്യൺ ഒക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും അറിയുന്നുണ്ട് നമ്മൾ. പിന്നെ എനിക്ക് ആകെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലാനാണോ നോക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് നോക്കുന്നത് അറിയില്ല. ശരിക്കും അതൊരു പോസിറ്റീവ് ആയല്ലോ. ഡെഫിനറ്റ്ലി ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്, നമ്മൾ നെഗറ്റീവായിട്ടൊന്നും എടുക്കുന്നില്ല ഒരു കാര്യത്തിന്. സീസൺ 8 പി ആർ വിനുവിന്റെ പേരിൽ തിളങ്ങട്ടെ. ഞാൻ ബിഗ് ബോസ് പി ആർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ഡയറക്ടർ, ഞാൻ ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ എന്റെ പ്രൊഫഷൻ കുറച്ചും കൂടി വലുതാണ്. സോ പി ആർ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു പാർട്ട് ടൈം സാധനം. അതൊരു മൈലേജ് ആണല്ലോ, ഒരു കിക്ക് അല്ലേ? ലൈക്ക് ആണ്. പക്ഷെ എന്നാൽ പോലും ഇതില് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ള പല രീതിയിലുള്ള കമന്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി അല്ല. ബിക്കോസ് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വേറൊരു രീതിയിലൊക്കെയാണ് അത് കൊണ്ടുപോകുന്നത്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം സൈബർ ബുള്ളിങ് അറ്റാക്ക് പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ അത് ഫേസ് ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അക്യൂസേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കത് ബാഡാണ്. എനിക്ക് പേഴ്സണലി ബാഡാണ്. എന്താണ് അടുത്ത പ്രോജക്ട്? ഫിലിം ഡയറക്ടറായിട്ട് എന്താ? ഞാൻ സെഞ്ചുറി സൂപ്പർ കിങ്സ് പറഞ്ഞിട്ട് മൂവി ചെയ്യുന്നുണ്ട്, ഡയറക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്നുണ്ട്. വെബ് സീരീസിന്റെ തുടങ്ങിയോ? അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ലൊരു പ്രോജക്റ്റാണ്. ഞാൻ ബിനുവിന്റെ ഒരു പരസ്യം കണ്ടാണ്, അതായത് ജിൻഡു ആയിട്ടുള്ള പരസ്യം. അത് അടിപൊളിയാണെന്നും പറയും. കാരണം അപ്പോഴാണ് ആക്ച്വലി ഒരു ക്രിയേറ്റീവ് സൈഡ് ബിനുവിന് ഇത്ര ടാലന്റ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അത് തന്നെ ഒരു ഡയറക്ടറിലും വരട്ടെ എന്നുള്ളതാണ്. ഞാൻ എല്ലാ ബിഗ് ബോസ് കഴിയുമ്പോഴും അതിലെ ആൾക്കാരെ വെച്ച് മാക്സിമം പ്രൊജക്ടേഴ്സ് വിളിക്കുന്നുണ്ട്. ശ്രീധരൻ വെച്ചിട്ട് പ്രിയതമ്മ ചെയ്തു. അതേപോലെ പ്രസിഡന്റ് മുംബൈയിൽ സിജോ ഉണ്ട്, സായി ഉണ്ട്. സോ ഞാൻ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഇനി എന്താണ് അടുത്ത ആഡ് വല്ലതും വരാനുണ്ടോ? എന്തോ ഇനി അടുത്തൊരു ആഡ് വല്ലതും പ്ലാനിങ്? ആഡ് ഫിലിംസ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ സിനിമയാണ് മെയിൻ കോൺസെൻട്രേഷൻ. കൂടുതൽ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം.